ആണ്ടുവട്ടത്തിലെ 27-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്ക 17-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ അപ്പസ്തോലന്മാരുടെ അപേക്ഷ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന ആ വചനഭാഗത്തെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇതിൽ ആമുഖവും തുടർന്ന് വിശ്വാസത്തിൻ്റെ പദോൽപ്പത്തിയും എന്താണ് വിശ്വാസമെന്നും മൂന്നാമതായി വിശ്വാസത്തിൻ്റെ വക്രീകരണം എന്താണെന്നും തുടർന്ന് ഉപസംഹാരത്തോടു കൂടിയാണ് നമ്മുടെ വിചിന്തനം അവസാനിപ്പിക്കുക. ആമുഖം. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ 2 മുഖമുദ്രകളാണ്. ഒന്ന്, മറ്റുള്ളവർക്ക് വിശ്വാസ ജീവിതത്തിൽ ഇടർച്ച കൊടുക്കാതിരിക്കുക. 2, തെറ്റുകൾ ക്ഷമിക്കുക. ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 ഗുണങ്ങളും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. അപ്പസ്തോലന്മാർ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇടർച്ച കൊടുക്കാതിരിക്കുന്നത് ജീവിത വിശുദ്ധിയുടെ അടയാളമാണ്. തെറ്റുകൾ ക്ഷമിക്കുന്നത് ദൈവിക ഭാവത്തിലേക്കുള്ള വളർച്ചയാണ്. ഇവ രണ്ടും ശിഷ്യന്മാരിൽ രൂപപ്പെടാൻ ആവശ്യമായിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ചയാണ്. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നവർ ആവശ്യപ്പെട്ടത്. മറ്റു വാക്കുകളിൽ ശിഷ്യരിൽ ആന്തരിക മനുഷ്യൻ, അതായത് ക്രിസ്തു ശക്തിപ്പെടണം, വളരണം. സ്നാപക യോഹന്നാൻ്റെ ആത്മീയതയാണിത്. യേശു വളരണം, സ്നാപക യോഹന്നാൻ കുറയണം. 1. വിശ്വാസം പദോൽപ്പത്തി. കോർദിസ്, ഹാർട്ട് എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഹൃദയം എന്നാണ്. ദാര എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ടു ഗീവ്, നൽകുക, കൊടുക്കുക എന്നാണ്. അപ്പോൾ വിശ്വസിക്കുക എന്നാൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഹൃദയം കൊടുക്കുക എന്നാണ് അർത്ഥം. ഈ അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, എനിക്ക് ഹൃദയം തരുന്നവൻ, അവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. 2. എന്താണ് വിശ്വാസം? 2-1. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഉണ്ടെന്നും അവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. ഹെബ്രായർ 11:1. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ചിന്തയ്ക്കതീതവുമായ നിത്യഭവനം ഉണ്ടെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. 2-2. വിമോചനയാത്ര നയിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം. പാലും തേനും ഒഴുകുന്ന സമ്പദ് സമൃദ്ധിയുടെ, കൂട്ടായ്മയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള വിശ്വാസം. 2-3. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിലുള്ള വിശ്വാസം. അവസാനത്തെ അത്താഴം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നിവയിലുള്ള ക്രിയാത്മകമായ പങ്കുചേരലാണ് യഥാർത്ഥ വിശ്വാസം. 2-4. ചരിത്രത്തിലെ യേശുവിൻ്റെ തീരുമാനങ്ങളും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലുമുള്ള ഉൾച്ചേരലാണ് വിശ്വാസം. അതായത് ചരിത്രപുരുഷനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് അടയാളപ്പെടുത്തുക. 2-5. ദൈവം മനോഹരമായി സൃഷ്ടിച്ച പ്രപഞ്ചത്തെ വികൃതമാക്കിയവരെക്കുറിച്ചുള്ള അന്വേഷണവും പ്രപഞ്ചത്തെ പുനഃക്രമീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കുകാരാകലുമാണ് വിശ്വാസം. ഉൽപ്പത്തി 1:11, 3:9, 4:10, ലൂക്ക 10:29. വികൃതമാക്കിയവരെ കണ്ടെത്താനും വികൃതമാക്കിയതിനെ ഓർത്ത് പരിതപിക്കാനുമുള്ള ഹൃദയ നോവാണ് വിശ്വാസം. 2-6 പോയിന്റ്. ദൈവരാജ്യത്തിനായി അന്വേഷിക്കുന്നവരെ അന്വേഷിക്കുന്നതാണ് വിശ്വാസം.
മുൾച്ചെടിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നതും എരിഞ്ഞു തീരാത്തതുമായ ദൈവത്തെ മനുഷ്യരെ കണ്ടെത്തലാണ് വിശ്വാസം. ഉൽപ്പത്തി 12:1-4 വരെയും പുറപ്പാട് 3:1-6 വരെയും. 2:7 ഗുരുവിൻ്റെ വാസസ്ഥലം അന്വേഷിക്കുന്നവരെ, ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് അവരോടൊത്ത് വാസം ചെയ്യുന്നവരെ അന്വേഷിക്കലാണ് വിശ്വാസം. യോഹന്നാൻ 1:35-51 വരെയും മത്തായി 11:4-6 വരെയുമുള്ള വചനങ്ങൾ. 2:8 നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി മരിച്ചു ഉയർത്ത യേശുവിലുള്ള വിശ്വാസം, നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം, ഈ ലോകത്തെ ദൈവരാജ്യമാക്കി മാറ്റാനുള്ള വിശ്വാസം, പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിയാനുള്ള വിശ്വാസം. യഥാർത്ഥ വിശ്വാസം നീതിയിലൂടെയും അനുകമ്പയിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസം. മത്തായി 14:14, 15:32, ലൂക്കാ 10:25-37. ഈ യഥാർത്ഥ വിശ്വാസം ജീവിക്കുവാൻ പലപ്പോഴും സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ വക്രീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. 3. വിശ്വാസത്തിൻ്റെ വക്രീകരണം അഥവാ ഡിസ്റ്റോർഷൻ ഓഫ് ഫെയ്ത്ത്. 3-1 കൊട്ടാര വിശ്വാസം. സമ്പത്തും സ്ഥാനമാനങ്ങളും ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവദാനമാണ്, അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്നതും, എന്നാൽ അവ നഷ്ടപ്പെടുമ്പോൾ ദാരിദ്ര്യവും രോഗവും പുറന്തള്ളപ്പെടലും ശാപമാണെന്ന് ചിന്തിക്കുന്ന കൊട്ടാര വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ടിയുണ്ട്. 3-2 തലവിധി എന്ന് പറയുന്ന ഒരു വിശ്വാസം. നിനക്ക് ലോകത്തെ മാറ്റാൻ പറ്റില്ല, നീ പ്രായോഗികമായി ചിന്തിക്കുക, യാഥാർത്ഥ്യത്തോടെ ചിന്തിക്കുക, നിനക്ക് പ്രത്യാശ വേണ്ട എന്നൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ നന്മയുടെ സത്യത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാത്തവരാണ്. ദൈവം എല്ലാം തീരുമാനിച്ചു വച്ചിരിക്കുന്നു, അതൊന്നും മാറ്റാൻ പറ്റാത്തതാണെന്ന് കരുതുന്നതാണ് വിധിക്കുള്ള വിധേയത്വം, അല്ലെങ്കിൽ തലവിധി അഥവാ ഫെയ്റ്റലിസം എന്ന് പറയാം. ഇത് വിശ്വാസത്തിൻ്റെ വക്രീകരണമാണ്, വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. 3-3 തലവിധി വിശ്വാസത്തിനും അപ്പുറം പോകുന്ന ആഴമായൊരു വിശ്വാസം. അതായത് രോഗശാന്തി നൽകുന്ന യേശുവിൻ്റെ ശക്തി തലവിധി വിശ്വാസത്തിനും അപ്പുറം പോയി വിശ്വാസത്തിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു. യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ശിഷ്യൻ ആർജിച്ചെടുക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ലൂക്കാ 17:5, അവിശ്വാസം പരിഹരിച്ച് നൽകണമെന്നും മർക്കോസ് 9:24 ആവശ്യപ്പെടുന്നത്. തലവിധി വിശ്വാസം മാറുമ്പോൾ അസാധ്യമായത് സാധ്യമാകും. യേശുവിന് സ്വന്തം നാട്ടിൽ നസ്രത്തിലധികം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അവർ അവനിൽ വിശ്വസിച്ചില്ല. മർക്കോസ് 6:5-6 വരെയുള്ള വചനങ്ങൾ. ഉപസംഹാരം. യഥാർത്ഥ വിശ്വാസം എന്നത് ജീവൻ നൽകലാണ്. യേശു കൊണ്ടുവന്ന രാജ്യത്തിനു വേണ്ടി സ്വജീവൻ സമർപ്പിക്കലാണ്. അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, എന്നാൽ അതിനും അപ്പുറം പോകുവാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും. അത് മനസ്സിലാക്കിയ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, അപേക്ഷിച്ചതുപോലെ നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്നിൻ്റെ ലോകത്തെ അങ്ങയുടെ രാജ്യമാക്കി മാറ്റുവാനുള്ള കൃപ തരണമേ എന്ന് അപേക്ഷിക്കാം. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.